പാഠം 7 അംബിയാ മുർസലുകളുടെ വിശേഷണങ്ങൾ. ഈ ഒരു പാഠം വരെയാണ് നമ്മൾ നവംബർ കഴിഞ്ഞ് ഡിസംബറിലെ നമ്മുടെ അരക്കൊല്ല പരീക്ഷയ്ക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ 7ാമത്തെ പാഠം വരെയാണ്. അംബിയാ മുർസലുകൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിൻപറ്റപ്പെടേണ്ടവരും ആണല്ലോ. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും പിൻപറ്റപ്പെടേണ്ടവരും ആണല്ലോ അംബിയാ മുർസലുകൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ചില വിശേഷണങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കലും ചില കാര്യങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് സംഭവിക്കാതിരിക്കലും അനിവാര്യമാണ്. ആർക്ക്? അംബിയാ മുർസലുകൾക്ക്. ഉണ്ടാകൽ അനിവാര്യമായതിന് വാജിബായ സിഫത്തുകളെന്നും സംഭവിക്കാൻ പാടില്ലാത്തതിന് മുസ്തഈലായ സിഫത്തുകളെന്നും സംഭവിക്കാവുന്നതിന് ജായിസ് എന്നും പറയപ്പെടും. അവ താഴെയുള്ള പട്ടികയിൽ നിന്ന് നമുക്ക് പഠിക്കാം. എന്തൊക്കെ പഠിക്കാനുണ്ടോ? വാജിബായ സിഫത്തുകളും മുസ്തഈലായ സിഫത്തുകളും ജായിസായ സിഫത്തുകളും. ഒന്നാമത്തേത് വാജിബായ സിഫത്തുകൾ. എത്ര എണ്ണം ഇവിടെ ഉണ്ട്? 4 വാജിബായ സിഫത്തുണ്ട്. ആർക്ക്? ഈ ഒരു അംബിയാ മുർസലുകൾക്ക്. സിദ്ഖ്, തബ്ലീഗ്, അമാനത്ത്, ഫത്താനത്ത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം പറയൽ, തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, അമാനത്ത് വിശ്വസ്തത, ഫത്താനത്ത് ബുദ്ധികൂർമ്മത. അതുപോലെ മുസ്തഈലായ സിഫത്ത് എന്തൊക്കെയാണ്? കസിബ്, കിത്മാൻ, ഹിയാനത്ത്, ബലാദത്ത്. കസിബ് എന്ന് പറഞ്ഞാൽ കളവ് പറയൽ, കിത്മാൻ മറച്ചു വെക്കൽ, ഹിയാനത്ത് വഞ്ചന, ബലാദത്ത് ബുദ്ധിമാന്ദ്യം. വാജിബായ സിഫത്ത് നമ്മൾ മേലെ പഠിച്ചു. ഉണ്ടാകൽ അനിവാര്യമായതാണ് വാജിബായ സിഫത്ത്. സത്യം പറയണം, എത്തിച്ചു കൊടുക്കൽ, വിശ്വസ്തത, ബുദ്ധികൂർമ്മത എന്നിവ ഇവർക്ക് ഉണ്ടാവേണ്ട സിഫത്തുകളാണ്. ആർക്ക്? അംബിയാ മുർസലുകൾക്ക് ഉണ്ടാവേണ്ടത് വാജിബായ സിഫത്തുകൾ. എന്നും സംഭവിക്കാൻ പാടില്ലാത്തതിന് മുസ്തഈൽ എന്നും പറയുന്നു. ഈ ഒരു വാജിബായ സിഫത്തിനെതിരായ കാര്യങ്ങള് ആർക്ക് സംഭവിക്കാൻ പാടില്ല? അംബിയാ മുർസലുകൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തത്. ഇത് നോക്കൂ, വാജിബും സിഫത്തും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടില്ലേ? വാജിബ് ഒന്ന് നോക്കൂ, സിദ്ഖ്. മുസ്തഈൽ കസിബ് നോക്കൂ, സത്യം കളവ്. തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, കിത്മാന് മറച്ചു വെക്കൽ, അമാനത്ത് വിശ്വസ്തത, ഹിയാനത്ത് വഞ്ചന, ഫത്താനത്ത് ബുദ്ധികൂർമ്മത, ബലാദത്ത് ബുദ്ധിമാന്ദ്യം. അപ്പോൾ വാജിബായ സിഫത്ത് സത്യം പറയണം, കളവ് പറയരുത്, എത്തിച്ചു കൊടുക്കൽ വേണം, മറച്ചു വെക്കൽ പാടില്ല, വിശ്വസ്തത വേണം, വഞ്ചന പാടില്ല, ബുദ്ധികൂർമ്മത ഉണ്ടായിരിക്കണം, ബുദ്ധിമാന്ദ്യം മായ സിഫത്ത് ഉണ്ടാവാൻ പാടില്ല. ഇനി മൂന്നാമത്തെ ഒരു സിഫത്താണ് എന്ത്? ജായിസ്. ജായിസ് എന്ന് പറയുന്നത് എന്താണ്? സംഭവിക്കാവുന്നതിന് ജായിസ് എന്നും പറയപ്പെടും. അതെന്താണ്? അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവൽ. തബ്ലീ എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. തബ്ലീ എന്ന സിഫത്ത് അംബിയാ മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. തബ്ലീ എന്ന സിഫത്ത് വാജിബുമാണ്, എത്തിച്ചു കൊടുക്കൽ. അപ്പൊ ജായിസ് എന്ന് പറയുന്നത് അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവലാണ്. ഈ ഒരു വാജിബ്, മുസ്തഈൽ, ജായിസ് ആയ അംബിയാ മുർസലുകളുടെ ഈ സിഫത്തുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്ന ചോദ്യ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ഇടയിൽ ഇവിടെ കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഖുർആനിൽ പറയപ്പെട്ട 20 മുർസലുകളെ അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവരിൽ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്. നമുക്ക് വാജിബായ കാര്യം എന്താണ്? ഖുർആനിൽ പറയപ്പെട്ട 20 മുർസലുകളുടെ അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവരിൽ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്. അത് നമ്മൾക്ക് വാജിബായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. എന്തൊക്കെയാണ്? ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഹും ആദമുൻ ഇദ്രീസുൻ നൂഹുൻ ഹൂദുൻ സ്വാലിഹ് വ ഇബ്രാഹിം കുല്ലി മുത്തബ ലൂത്ത് വ ഇസ്മായിൽ ഇസ്ഹാഖുൻ യഅ്ഖൂബ് യൂസുഫ് വ അയ്യൂബ് ഹിത്സ ഷുഐബ് ഹാറൂന വ മൂസ വ ഇല്യാസ് ദുൽഖിഫ്ലി ദാവൂദ് സുലൈമാനുത്തബ ഇല്യാസ് മൂസ സക്കരിയ യഹ്യ ഈസ വ ത്വാഹ ഹാത്തിമുൻ ദഅയ്യ. ഇതിൽ ആരുടെയൊക്കെ പേര് പറയുന്നുണ്ടോ? ആദം, ഇദ്രീസ്, നൂഹ്, സ്വാലിഹ്, ഇബ്രാഹിം, ലൂത്ത്, ഇസ്മായിൽ, ഇസ്ഹാഖ്, യഅ്ഖൂബ്, യൂസുഫ്, അയ്യൂബ്, ഷുഹൈബ്, ആറൂൻ, മൂസ, ഇലിയാസ്,
ദാവൂദ്, സുലൈമാൻ, മൂസ, സക്കറിയ, യഹിയ ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ഓർമ്മയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രവർത്തനം. അംബിയാ മുർസലുകളെ അള്ളാഹു തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? അംബിയാ മുർസലുകളുടെ എണ്ണം എത്ര? മുർസലുകളുടെ എണ്ണം എത്ര? അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എണ്ണം എഴുതാം. ഊലുൽ അസ്മുകൾ എത്ര? നബിമാർ എത്ര? ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ എത്ര? മൂന്നാമത്തേത് പൂർത്തിയാക്കാം. ഹും ആദമുൻ വ അയ്യൂബ് ഖ്തസ ഷുഹൈബു ഖാത്തിമുൻ ദഹ് ഹയ്യ. നാലാമത്തേത് നാം പഠിച്ച നബിമാരിൽ നിന്ന് 10 ആളുകളുടെ പേര് പറയുക. ഇതൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങൾ വരുന്നത്.